അപ്പോൾ ഇന്ന് ഞാൻ അവക്കാഡോ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബൺ മസ്കൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി, എന്തായാലും ഇഷ്ടമാവും. ഒരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കി, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വെറുതെ. അതുപോലെ തന്നെ ഒരു സ്മൈലെങ്കിലും ഒരു കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം തന്നെ ചായ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ മസാല ചായ ആണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അധികം ആൾക്കാർ ഇറാനി ചായ എന്ത് ചായ എനിക്കറിയില്ല, പക്ഷേ അതാണ് ഉണ്ടാക്കിയെടുക്കൽ. ഞാനിവിടെ മസാല ചായ ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്ക എടുക്കുന്നുണ്ട്, 2 ഏലക്ക, അതുപോലെ തന്നെ 2 കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. എല്ലാം കുറേശ്ശെ മതിയാവും കേട്ടോ, കൂടുതലാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്കിവിടെ അവക്കാഡോ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അവക്കാഡിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സംഭവമില്ലേ, അത് എടുക്കണം കേട്ടോ. പിന്നെ അവക്കാഡോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ, പിന്നെ വെറും ബട്ടർ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് ഞാൻ ഈ ഒരു കാമ്പില്ലേ അത് ഞാനൊന്ന് നമ്മൾ സ്പൂണ് വെച്ചിട്ടൊന്ന് പരണ്ടി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പഴുപ്പ് ലേശം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ലോണം പഴുത്തത് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ നമ്മളെ ഈ ഒരു വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കടുപ്പത്തിനനുസരിച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം. അത് അവിടെ നിന്ന് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് പാലൊന്ന് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. പാല് ഒന്ന് കുറുകി വരണം. 3 ഗ്ലാസ് വെള്ളത്തിന് ഞാനിപ്പോൾ 1 ഗ്ലാസ് പാലാണ് കേട്ടോ എടുത്തത്. അതൊന്ന് തിളച്ചൊന്ന് ചെറുങ്ങനെ ഒന്ന് കുറുകി വന്നോട്ടെ. അപ്പോൾ നമ്മൾ അവക്കാഡോ നമ്മൾ ഇതേപോലെ ഒന്ന് പരണ്ടി എടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് പരണ്ടിയാൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ജാറാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂണ് പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ കയ്യിൽ മിൽക്ക് മെയ്ഡാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പാൽപ്പൊടിയും പഞ്ചസാരയും ഒഴിവാക്കട്ടോ, മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പകുതി ഭാഗം ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കൂടുതലാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം, നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിലും ക്രീമി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പാൽപ്പൊടിയോ അതുപോലെ തന്നെ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കട്ടോ. ചായ ഇവിടെ തിളച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരം ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, വെറുതെ മധുരം ഇല്ലാണ്ട് കുടിക്കാനും ഇത് ടേസ്റ്റ് തന്നെ. വെറും പാലൊക്കെ ഒഴിച്ചിട്ട് മധുരം ഇല്ലാണ്ട് കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച ആ ഒരു പാലില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ചായ ആണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ബന്നെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കയ്യിൽ വലിയ ബന്നാണുള്ളതെന്ന് വെച്ചാൽ അത് എടുക്കട്ടോ. ഞാനിപ്പം ചെറിയ ബന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതേപോലെ കട്ടാക്കിയിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ക്രീം വെച്ച് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പന്നിലും ഇതേപോലെ തന്നെ തേച്ച് കൊടുക്കുക. എല്ലാ പന്നിലും ഇതേപോലെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ബൺ മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ, നല്ല എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. നമ്മൾ ഇതിൽ അവക്കാഡോ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബൺ മസ്കാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുന്ന. അപ്പം വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ.
അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു വെറുതെ. അതുപോലെ തന്നെ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോയുമായി ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.